മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു സീൻ മാറ്റൽ ചിത്രം കൂടി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ആടുജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മലയാള സിനിമ ഒരു ഗംഭീര പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് കാണിച്ചു തരികയാണ് ഓരോ റിലീസുകളും. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ മറ്റാരാലും പകർത്താനാകാത്ത വിധം പൃഥ്വിരാജ് എത്തിയപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ചിത്രം ഏറ്റെടുത്തു. ബ്ലസ്സി എന്ന സംവിധായകന്റെ 16 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്നവർ വിധി എഴുതി. ലോക സിനിമയ്ക്ക് മലയാള സിനിമയുടെ സംഭാവനയാണ് ആടുജീവിതം എന്നവർ കുറിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ആടുജീവിതം റിലീസ് ചെയ്തത്. ആദ്യ ഷോ മുതൽ മികച്ച അഭിപ്രായത്തോടെ മികച്ച പബ്ലിസിറ്റി ലഭിച്ച ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങി. ഒടുവിൽ ആദ്യദിന കളക്ഷനും ആടുജീവിതം പണം വാരി. പ്രീ സെയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രത്തിന്റെ ആദ്യദിന കേരള കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം കേരളത്തിൽ നിന്നും മാത്രം 5.83 കോടി രൂപയാണ് ആടുജീവിതം സ്വന്തമാക്കിയത്. ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമ എന്ന ഖ്യാതിയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. 5.85 കോടി നേടിയ മലക്കോട്ടെ വാലിബനാണ് ഒന്നാം സ്ഥാനത്ത്. മഞ്ഞുമൽ ബോയ്സ് 3.35 കോടിയും ഓസ്ലർ 3.10 കോടിയും പ്രമയുഗം 3.05 കോടിയും എന്നിവയാണ് ടോപ്പ് ഫൈനലിലുള്ള ആദ്യ ദിനത്തിൽ കസറിയ മലയാള സിനിമകൾ. ആടുജീവിതം രണ്ടാം ദിവസവും ഗംഭീര രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 3.40 കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 4 കോടിക്ക് മുകളിലേക്ക് രണ്ടാം ദിവസത്തെ കളക്ഷൻ പോകും കേരള ബോക്സ് ഓഫീസിൽ എന്നത് ഉറപ്പിക്കുകയാണ് ട്രേഡ് അനലിസ്റ്റുകൾ. ഡൊമസ്റ്റിക്കിൽ തന്നെ 8.78 കോടിയാണ് ആടുജീവിതം എന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്നും 5.83 കോടി നേടിയപ്പോൾ കർണാടക ബോക്സ് ഓഫീസിൽ 1.2 കോടിയും തമിഴ്നാടിൽ നിന്നും 1 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 0.75 കോടി നേടിയപ്പോൾ ആദ്യ ദിനം 8.78 കോടിയാണ് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്ന റിപ്പോർട്ട്. കൂടാതെ വേൾഡ് വൈഡിൽ നിന്നും ആദ്യ ദിനം ആടുജീവിതം എന്ന ചിത്രം 16 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഡൊമസ്റ്റിക്കിൽ 8.78 കോടി നേടിയ ആടുജീവിതം ഓവർസീസിൽ നിന്നും 7.25 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. അത് വെച്ച് നോക്കുമ്പോൾ ആദ്യ ദിനം 16 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് വേൾഡ് വൈഡിൽ നിന്നും. ഇതൊരു റെക്കോർഡ് കളക്ഷൻ തന്നെയാണ്. മോളിവുഡ് സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തന്നെ ടോപ്പ് 5 വേൾഡ് വൈഡ് ഓപ്പണിംഗ് എടുത്തു നോക്കിയാൽ അതിൽ 4ാമതാണ് ആടുജീവിതം എത്തി നിൽക്കുന്നത്. മരക്കാർ 20.3 കോടി ആദ്യ ദിനം നേടിയപ്പോൾ കുറുപ്പ് 19.1 കോടി നേടി. ഒടിയൻ 18.12 കോടിയും നേടുകയുണ്ടായി. ആടുജീവിതം 16 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. കിങ് ഓഫ് കൊത്ത 15.5 കോടിയും നേടി. അങ്ങനെ ഒരു ഗംഭീര ഓപ്പണിംഗ് വേൾഡ് വൈഡിൽ നിന്നും ആടുജീവിതത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. മലയാള സിനിമ ഗംഭീരമായ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു 2024 എന്ന് കാണുമ്പോൾ പല മേഖലകളിലും ഗംഭീര കളക്ഷനാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇൻഡസ്ട്രിയിലുള്ളവരും മലയാള സിനിമയുടെ വളർച്ചയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ തമിഴകത്തുകാർക്കാണ് ഫസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് കാണാൻ കഴിഞ്ഞതും. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെയുള്ള പ്രമുഖ നിരൂപകരൊക്കെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ആവറേജും ബിലോ ആവറേജും റിവ്യൂകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മലയാള സിനിമയുടെ വളർച്ച അവർക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല എന്നത് തന്നെ.